അവൻ ഇതിനു മുമ്പും പലതവണ പാർവതിയുടെ അച്ഛനോട് ഇത് പറയാൻ ശ്രമിച്ചതാ. പക്ഷേ അപ്പോഴൊന്നും അതിന് സാധിച്ചില്ല. പിന്നെ കൈലാഷ് പാർവതിയെ ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞു. പക്ഷേ പാർവതി ഇതിന് സമ്മതിച്ചില്ല. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ അവളുടെ അച്ഛനെ കണ്ട് പെണ്ണ് ചോദിക്കാനായിരിക്കും കൈലാഷ് വന്നത്. കൈലാഷിനെ പോലൊരു പണക്കാരനെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പാറു എന്തിനാ പറഞ്ഞത്? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ കൈലാഷ് കാര്യങ്ങൾ അവതരിപ്പിച്ച പാർവതിയുടെ അച്ഛൻ കല്യാണത്തിന് സമ്മതിക്കാൻ സാധ്യതയുണ്ട്. അത് സംഭവിക്കാതെ നോക്കണം. കൈലാഷിന്റെ അമ്മ എന്നെ ആ വീടിന്റെ മരുമകളാക്കാന്ന് സമ്മതിച്ചിട്ടുണ്ട്. കൈലാഷ് നാട്ടിൽ നിന്ന് പാർവതിയുടെ അച്ഛനെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിച്ചിട്ടാണ് വരുന്നെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും. അതെങ്ങനെയെങ്കിലും തടുക്കണം പ്ലീസ്. അത് ഞാൻ ഏറ്റു മാഡം. കൈലാഷിന്റെ ഉദ്ദേശം ഇതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവനെ ആ വീട്ടിൽ കയറാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. അവിടെ ചെന്ന് എല്ലാം കുളമാക്കിയിട്ട് മാഡത്തിനെ ഞാൻ വിളിച്ചറിയിക്കാം. ഒരു കാര്യം സമ്മതിച്ചു കൊടുക്കണോണ്ണി, കാശിന് ആർത്തിയില്ലാത്തവളായിട്ടാ പാറുവിനെ ജനകൻ ചേട്ടൻ വളർത്തിയത്. ആ ഒരൊറ്റ കാരണം കൊണ്ട് അവളെ കല്യാണം കഴിക്കാം. ഞങ്ങളുടെ ഇടയിൽ ആര് വന്നാലും ഞാൻ ഒഴിവാക്കും. വാടാ. പാചകമൊക്കെ ഒരു 5 മിനിറ്റിൽ തീരും. തൽക്കാലം ഞാൻ സംഭാരം എടുത്തിട്ട് വരാം. അയ്യോ, അതൊന്നും വേണ്ട. ഞങ്ങള് വരുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു. ഞങ്ങള് പറയാൻ വന്ന കാര്യം നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ? ഇതില് ചോദിക്കാതിരിക്കുന്നു മാഡം. ദേവകിയും കൂടി ഇരിക്കും. അയ്യോ വേണ്ട, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. മാഡം പറഞ്ഞോളൂ. മാഡം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിച്ച് എനിക്ക് വലിയ ശീലമില്ല. അതാ ചെറിയൊരു ചമ്മൽ. ഞങ്ങളോട് സംസാരിക്കാൻ എന്തിനാ മാഡം ചമ്മൽ തോന്നുന്നത്? ഒരു നല്ല കാര്യമല്ലേ? അതിനെന്തിനാ ഇത്രയും മടി കാണിക്കുന്നത്? എന്താണെങ്കിലും ധൈര്യമായിട്ട് പറഞ്ഞോളൂ. കൈലാഷിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇത്രയും തങ്കപ്പെട്ടൊരു പയ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നല്ല പഠിപ്പുണ്ട്, കൈതറേ കാശുണ്ടെങ്കിലും അതിന്റെ ഒരു അഹങ്കാരവും ഇല്ല. എല്ലാരെയും സഹായിക്കാനുള്ള നല്ല മനസ്സുണ്ട്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള മനുഷ്യരെ കാണാൻ പോലും കിട്ടില്ല. എന്തിനാ മാഡം കൈലാഷിനെ കുറിച്ച് ഞങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നത്? കാരണമുണ്ട്. കൈലാഷിന് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. അവളെ കല്യാണം കഴിച്ച കൊള്ളാന്നുണ്ട്. അവളെ പെണ്ണ് ചോദിക്കാൻ വേണ്ടിയാ ഞങ്ങൾ ഈ നാട്ടിലേക്ക് വന്നത്. അങ്കിൾ എന്തോന്നും മിണ്ടാത്തെ? ഇതിനെപ്പറ്റി സംസാരിക്കാനാണോ മോനെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞത്? ആ അതെ. അങ്കിളിന് പ്രശ്നമൊന്നുമില്ലല്ലോ? എന്ത് പ്രശ്നം? മോൻ ഇഷ്ടം തോന്നിയ പെൺകുട്ടിയുടെ ഭാഗ്യമാണെന്നേ ഞാൻ പറയും. കൈലാഷന്റെ പഠിപ്പിനും അന്തസ്സിനും ചേർന്ന ഏത് പെൺകുട്ടിയാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. തെക്കമ്പുറത്ത് സുഷമയുടെ മോളില്ലേ, ആ MBBS പഠിക്കുന്ന കൊച്ച്? ഏയ്, ആ കുട്ടിയെ കൈലാഷ് എങ്ങനെ കാണാനാ? അവള് ബാംഗ്ലൂരില്ലേ പഠിക്കുന്നേ? ആ കുട്ടിയല്ലല്ലോ മോനെ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ. പിന്നെ രുദ്രപ്രതാപന്റെ അനിയത്തിയാ ഉള്ളത്. പക്ഷേ ആ പെൺകുട്ടി മോന്റെ കുടുംബത്തിന് ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയ്യോ, ആ കുട്ടിയൊന്നും അല്ലെങ്കിൽ. എനിക്കും തോന്നി. അവളുടെ സ്വഭാവവും മോന്റെ സ്വഭാവവും തമ്മിൽ ഒരു ചേർച്ച ഉണ്ടാവില്ല. പിന്നെ വേറെ ആരായിരിക്കും? നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പറ്റി അന്വേഷിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ വന്നത്. പിന്നെ കൈലാഷിന് ആരെയാ ഇഷ്ടപ്പെട്ടത്? കൈലാഷ് ഇഷ്ടപ്പെട്ടതും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നതും പാറുവിനെയാണ്.
പാറു